എല്ലാവർക്കും നമസ്കാരം. ഗ്യാസിന്റെ ഒരു അവൈലബിലിറ്റി കുറവ് ഇപ്പം എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എല്ലാ വീഡിയോസും ഒരു ടെസ്റ്റിമോണിയിൽ നമ്മൾ ഒരുമിച്ച് ഒരൊറ്റ വീഡിയോ ആക്കിയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ പറയുന്നതിന് ശേഷം നിങ്ങൾ കാണാൻ പോകുന്നത് അത് പിക്കിളിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു ഈ എക്യുപ്മെന്റ് ഉണ്ടാക്കാൻ, കറി ഉണ്ടാക്കാൻ എങ്ങനെയാണ് ഈ എക്യുപ്മെന്റ് ഉപയോഗപ്പെടുത്തുന്നത്, അരിപ്പൊടി വറുക്കാനായിട്ട്, അതേപോലെ തന്നെ മസാലകൾ വറുക്കാനായിട്ട്. അപ്പൊ പരമാവധി ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. ഇതിന്റെ ആവശ്യക്കാരിലേക്ക് എത്താൻ കൂടി വേണ്ടിയാണ്. റോസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. കാരണം അതിലിട്ട് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഗ്യാസിൽ പണ്ട് വറുത്തോണ്ടിരുന്ന പോലെ നമുക്ക് നോക്കണ്ടേ വരാറില്ല. നമ്മുടെ ബീഫിന്റെ പ്രോസസ്സ് വരുന്നേ ഒന്ന് പറയാൻ പറ്റുമോ? ബീഫ് നമ്മൾ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ട് 5 പ്രാവശ്യം കഴുകും. 5 പ്രാവശ്യം കഴുകിയിട്ട് പിന്നെ വിനാഗിരി ഒഴിച്ചൊന്നുകൂടെ കഴുകും. അത് കഴിഞ്ഞിട്ട് ഈ മെഷീനിലാണോ നമ്മൾ ബീഫ് പ്രോസസ്സ് ചെയ്യണേ? അതെ, ഇതിന് വെള്ളം വറ്റിച്ച് കളഞ്ഞിട്ട് വറക്കും. നല്ലെണ്ണയിൽ വറക്കും. എള്ളിന്റെ എണ്ണയാണ്. എന്തിന്റെ എണ്ണ എടുക്കണേ? എള്ളെണ്ണ. എള്ളിൻ്റെ എണ്ണ. കൊഞ്ച്, മീൻ എല്ലാം ഇത് വറുത്തെടുക്കാം. ആയിട്ടുണ്ട്. ഈ പൊട്ടുന്നതാണ് അതിന്റെ പരുവം. നമുക്ക് എന്താ പറയണ്ടേ, ഒരു പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വിറകിലോ അല്ലെങ്കിൽ ഗ്യാസിലോ ഉണ്ടാക്കുമ്പോൾ ചൂടും അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടണില്ല. ഒട്ടും ചൂടില്ല, പുറത്ത് നിൽക്കാം, നമുക്ക് ഫാനിട്ട് എ സിയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കാം. ഇതിന് 130 ആണ് നമ്മൾ വെച്ചപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ 100 വെച്ച് നോക്കി ആദ്യം. അതില് തിളച്ച് പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. എന്നിട്ട് 120 ആക്കി, 130 ആക്കി അല്ലേ. നമുക്ക് പരിപ്പും സക്സസ് ആയി. അപ്പോൾ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മസാലയ്ക്കുള്ള ട്രയൽ കഴിഞ്ഞിട്ടുണ്ട്. ട്രയൽ നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സാറ്റിസ്ഫൈഡ് ആണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ വിചാരിച്ച അതിനെക്കാളും ഒരുപാട് ഈസിയാണ്. സാറ് എന്താ ടൈപ്പ് പ്രൊഡക്റ്റ് ചെയ്യാറ് സാധാരണ? ഞാൻ തേങ്ങ വറുത്തരച്ച കറി പേസ്റ്റാണ്, റെഡി ടു കുക്ക് കറി പേസ്റ്റാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യണേക്കാൾ ഇതിലോട്ട് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. യെസ്. എന്തൊക്കെയാണ് നല്ലതായിട്ട് സാറിന് തോന്നിയിട്ടുള്ളത്? എനിക്ക് ഒന്നുകൂടെ മാൻ പവർ കുറവ് വരുന്നുണ്ട്. കാരണം ഞങ്ങൾ ഉരുളിയിലിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാൻ പവർ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ കുറച്ച് എളുപ്പം തന്നെ നമുക്ക് ഏറ്റവും മാൻ പവർ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു ബിസിനസിൻ്റെ അത്യധികമായ ലക്ഷ്യം. ട്രയൽ നോക്കിയെടുത്തോളം നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞങ്ങൾ പഴം വരട്ടണതാണ്, നമ്മള് പായസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പഴം വരുന്നുണ്ട്, പിന്നെ നെയ്യും ശർക്കര, ഈ 3 കാര്യങ്ങൾ. ഇത് ഇപ്പൊ എന്തോരം ക്വാണ്ടിറ്റി ഉണ്ട് ഇതിന്റെ അകത്ത്? ഇതിലിപ്പോ 35 കിലോ ഉണ്ട്. 50 കിലോന്റെ ആണ്. 50 കിലോന്റെ ഈ പഴം വരട്ടി എത്ര നേരം കൊണ്ട് നമുക്ക് ഇതായി വരാം? ഒരു 2 മണിക്കൂർ. നമ്മളെ ഇത് ഉരുളിയിൽ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. ഉരുളിയിൽ ചെയ്യുമ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു മൊത്തം കാര്യങ്ങൾ വരണേ? നമ്മള് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉരുളിയിൽ? ചൂട്, നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ട്, കളറുകളുടെ വ്യത്യാസം. അത് ഗ്യാസിലാണോ ഈ വിറകിലാണോ എങ്ങനെയായിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഉരുളിയില് ഗ്യാസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരാൾ നിന്ന് ഇളക്കണം. 2 വേണം, ഒരാളല്ല 2 വേണം. ഈ ക്വാണ്ടിറ്റി തന്നെയാണ് ഇതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഇട്ടാണ്? 10 കിലോനെ പറ്റുള്ളൂ നമുക്ക് ഉരുളിയിൽ. അപ്പൊ 2 പേര് വേണം അതിൽ ഇളക്കാൻ, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഓക്കെ. ഇതില് പിന്നെ ഉപയോഗിക്കുമ്പോ അങ്ങനത്തെ അടിപിടുത്തം അങ്ങനത്തെ പ്രശ്നം അതൊന്നും ഇല്ല. മുമ്പ് എങ്ങനെ ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു? ചെയ്യുമ്പോ ആവാറില്ലായിരുന്നു ഞങ്ങക്ക്. എന്തിലായിരുന്നു ചെയ്യണ്ടായിരുന്നു? വിറകടുപ്പിലായിരുന്നു ആദ്യം ചെയ്തോണ്ടിരുന്നത്. അതെന്ന് പറഞ്ഞാൽ തീ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ഇതൊക്കെ കൂടുതലായിരുന്നു. പെട്ടെന്ന് എടുക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു വിറകടുപ്പിൽ. അതുകൊണ്ടാണ് ഞങ്ങള് ഇലക്ട്രിക്കിൻ്റെയിലേക്ക് മാറിയത്. ഞങ്ങൾക്ക് സമയവും എല്ലാം അടി പിടിക്കണം എന്നുള്ളൊരു പേടിയില്ല, അധ്വാനം കുറവ്, എല്ലാം സ്മൂത്ത് ആയിട്ട് ഇപ്പൊ പോകണം. ഒരു മാസത്തിൽ എന്തായാലും ഒരു 10-30 ഗ്യാസ്, 25 ഗ്യാസിന്റെ മേലേക്ക് കുറ്റി നമ്മൾ എടുക്കേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് അത്രയും പൈസ ഓരോ ദിവസവും നമ്മൾ രാവിലെ ഇങ്ങനെ വണ്ടിക്കാർക്ക് ഇങ്ങനെ പൈസ കൊടുക്കും. നമ്മുടെ കയ്യിൽ തീരെ പൈസ നിൽക്കുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മളെ മില്ലൊരു ലാഭത്തിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ മെഷീനുള്ള കാരണം. ഈ ഒരു മെഷീൻ, മറ്റുള്ള 4 മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് മൊത്തം. 3 ഞാനിപ്പോൾ ഓഫാക്കി ഇട്ടിരിക്കുകയാണ്. ഇത് മാത്രം ഇതിമ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രം ഞാൻ ഇതിനെ കൊണ്ടുനടക്കുക. നമുക്ക് ഒരു ഏറ്റവും ചുരുങ്ങിയത് 25 കുറ്റി ലാഭം പോലെ എനിക്ക് തോന്നുന്നത്. മാറ്റങ്ങളുണ്ടെന്ന് തോന്നിയിട്ട് നല്ല മാറ്റമുണ്ട്. ഇത് ചെയ്യണ ബെറ്റർ. ഇതിലിപ്പോ ഉലുവ, കടുക് എല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ചേർക്കാം. ഓക്കെ. ഇത് മുളക് പൊടിയാണ് അടുത്തിടാൻ പോണല്ലേ? ഇട്ടിട്ടുള്ളത് മസാലപ്പൊടികളാണ്. ഇതാണ് നമ്മളെ കൂട്ട്. മാങ്ങയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. മാങ്ങ മിക്സ് ചെയ്യാൻ പോകാനല്ലേ?
ഓക്കെയാണ് ഇപ്പോൾ. നമുക്ക് ഉരുളിയിലൊക്കെ ചെയ്യുമ്പോൾ ചൂടുണ്ടാവുന്ന അറിയാം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവുണ്ടോ? അതിന് ചൂടില്ലല്ലോ ഇത്. ഇത് മറ്റത് ഇതിന്റെ പുകയും ഇതെല്ലാം അടിച്ച് ഭയങ്കര ഓരോ ഇട്ട് കഴിയുമ്പോഴേക്കന്നെ ആകെ ക്ഷീണിച്ചു പോകും. ഇതിപ്പോ ഒന്നും അറിയണ്ടല്ലോ. ഇല്ല, അങ്ങനെ കൈവച്ച് ഇളക്കി കൊടുക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ എപ്പോഴും ഈ എന്താ പറയുക ഈ ഹാൻഡിൽ തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളായിട്ട് മാനുവലി ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല. 5-10 മിനിറ്റ് ശേഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ റിവേഴ്സ് ഓർഡർ കൊടുക്കും. അപ്പൊ മിക്സിംഗ് പ്രോപ്പർ ആയിട്ട് മിക്സിംഗ് ആയിക്കോളും. എപ്പോഴെങ്കിലും അടി പിടിച്ചു പോയിട്ടുണ്ട്? ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. മറ്റേപോലെ നമുക്ക് ടെൻഷനില്ല. ഇതില് ഇത് കറണ്ട് പോയി മൊത്തം എന്തായി ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുപോലും വേണ്ട. ജോബ് വർക്കിന് വേണ്ടി എടുത്താണ്, ഉദ്ദേശിച്ചെടുത്താണ്. അപ്പൊ ജോബ് വർക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്നാ ഉപയോഗിക്കില്ല. ഇതിപ്പോ നമ്മള് കറണ്ട് ഇപ്പോ എത്ര പ്രാവശ്യം കറണ്ട് 1/2 മണിക്കൂർ കൂടുതൽ കറണ്ട് വേണം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഒരുപാട് വ്യത്യാസം തോന്നി. പിന്നെ വേറെന്താ ചെയ്തപ്പോ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്? ഗ്രേവിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലാണ്. വേറെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും തോന്നിയിരുന്നു? ഒന്നും തോന്നിയില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായില്ല. പിന്നെ ചൂട് ഒന്നും ഉണ്ടായില്ല. നമ്മുടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കറണ്ട് പോയിട്ട് എങ്ങനെയാ നോക്കിയിട്ടുണ്ടോ? സാധാരണ ഈ മെഷീനിൽ അടിപിടുത്തുണ്ടോ? ഇല്ല, കരിയിലില്ല, കരിഞ്ഞ് പിടിക്കലൊന്നുമില്ല ഈ മെഷീനിൽ. നമുക്ക് ഈ മെഷീനിൽ പൊടി ഇട്ടിട്ട് വേറെ പണിക്ക് പോകാം. നാലാമത്തെ ഇപ്പൊ ഞാൻ രണ്ടാമത്താണ്. തൊട്ടടുത്തുള്ള മില്ല് എടുത്തു കൊടുത്ത് ഇനിയിപ്പുറത്തെ വലത്തെ സൈഡിലെ മില്ല് 3 എടുത്ത് ഇപ്പൊ 4ാമത്തെ മെഷീനാണ്. ഇതാണ് നമ്മുടെ അവലോസ് പൊടി വരണേ. ഇത് എത്ര നേരം എടുത്തിട്ടാ വറക്കണേ? പുട്ടുപൊടിയൊക്കെ നല്ല അടിപൊളി പുട്ടുപൊടി ഇവിടെ പൊടിച്ചു. നല്ല നല്ല അഭിപ്രായം പുട്ടുപൊടിക്കൊക്കെ. ഇപ്പൊ പ്രത്യേകം ഒരാളുടെ സർവീസ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യത്തിൽ. സെക്ഷനിൽ ഈ മെഷീനിൽ എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് ഇപ്പോ? ഇത് ഓക്കെയാണ്, ഫുള്ളി കറണ്ടാണ്. ഇതിന് അടിപിടുത്തം എങ്ങാനുണ്ടോ? ഇല്ല, കറണ്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് കറണ്ട് ഓഫ് ചെയ്ത് നോക്കുവോ? ഓഫ് ചെയ്യാലോ. ഇതിപ്പോ നിലവിലെ റൊട്ടേഷനും കാര്യങ്ങളും ഓഫ് ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ റോസ്റ്റർ ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ അടുത്ത്. ഇതിന്റെ ഔട്ട് എടുക്കൽ എങ്ങനെയായിരുന്നു? ഇതില് അടിയിലേക്ക് എടുക്കുക. ഔട്ട് എടുക്കല് റിമൂവ് ചെയ്തിട്ട് അടിയിലേക്ക് വരും, പൊടി അടിയിലേക്ക് വരും, അത്രേ ഉള്ളൂ. നമ്മൾ ട്രോളി വെച്ചിട്ട് എടുക്കുക ചെയ്യുന്നത്. ഓക്കെ. ഇതിൽ തുടങ്ങുന്ന ചൂട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നിലവിൽ ചൂട് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ഈ 2 മെഷീനും കൂടി ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത് എപ്പോഴാ? നമ്മൾ ഡെയിലി ഉപയോഗിക്കാറ്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മളത് അത്ര വർക്ക് ലോഡ് കുറച്ചതാണ്. ഓക്കെ. ഇത് സാവാസിന്റെ തന്നെയാണ്. നമുക്ക് 60 കിലോ നമുക്ക് 68-70 കിലോ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇതിപ്പോ എത്ര കിലോ ഇട്ടേക്കണം? ഇപ്പോൾ ഇട്ടേക്കുന്നത് ഇപ്പോൾ ഇതിൽ 60 കിലോ ഉണ്ട്. 60 കിലോ. ഈ 60 കിലോ ഏകദേശം എത്ര സമയം കൊണ്ടാവുന്നുണ്ട്? ഒരു അരമണിക്കൂറിന് മുതലേ എടുക്കും. ഇതിന്റെ പുറത്ത് ചൂടും കാര്യങ്ങളും എന്തെങ്കിലും സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? പ്രശ്നമില്ല, നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പിടിച്ച് നോക്കാം, തൊട്ട് നോക്കാം. കുഴപ്പമില്ല, ചൂടൊന്നും കൊല്ലാൻ അറിയില്ല. ചൂടും കാര്യങ്ങളൊന്നും വരുന്നില്ല. യാതൊരു ബുദ്ധിമുട്ടില്ല. നീറ്റ് ഇട്ടും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു മെഷീനാണ്. സ്റ്റോപ്പ് ചെയ്ത് റിവേഴ്സ് റൊട്ടേഷൻ. ഇത് നമ്മുടെ സറാസിന്റെ റോസ്റ്റർ ആണ്. ഇതിലിപ്പോ എന്തൊക്കെ ചെയ്യണം നമ്മള്? മല്ലി ചെയ്യുന്നുണ്ട്, അരിപ്പൊടികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 ഐറ്റം. പിന്നെ അതേപോലെ ഗോതമ്പ് ചെയ്യാറുണ്ട്. മസാലകൾ എന്നെ തന്നെ ചെയ്യാം. മസാല എല്ലാതും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്താൽ കിട്ടാവുന്നുള്ളൂ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുമ്പ് പറയാറുള്ള പോലെ നമ്മുടെ സാറാസ് ടെക്നോന്റെ ഇലക്ട്രിക് കോൺസെൻട്രേറ്ററിൽ നമ്മളിപ്പോൾ പനീർ കറി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ ഒട്ടും അടി പിടിക്കാതെ വളരെ മനോഹരമായിട്ട് നമുക്ക് പനീർ കറി പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റ് ഗ്രേവികളും സാറാസ് ടെക്നോന്റെ ഈ മെഷീനിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തോളൂ. അരിയാണ് സാധാരണഗതിക്ക് നമ്മൾ കൂടുതൽ വറുത്ത് കണ്ടിട്ടുള്ളത്. ഇതിൽ സ്പൈസസും ചെയ്യാൻ പറ്റും. അപ്പോൾ റിയാസ് ചേട്ടൻ അങ്ങനെ സ്പൈസസ് ചെയ്യുന്നുണ്ട്. സ്പൈസസ് അത് ബിരിയാണി മസാല, ഗരം മസാല, പച്ചരി പൊടിച്ചത്, പുട്ടുപൊടി, അവലോസ് പൊടി, പിന്നെ മുത്താറി ഒന്ന് ചൂടാക്കൂ. ഇതൊക്കെ ഈ ഒറ്റ മെഷീനിലാണ് ചെയ്യണേ. അപ്പൊ ഈ മല്ലി ഇങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോഴേ അരിപ്പൊടി ഇടുമ്പോ സ്മെല്ല് ട്രാൻസ്ഫർ ആവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. അത് മല്ലി കഴിഞ്ഞൊന്ന് തുടക്കുകയാണ്, നനഞ്ഞ ശീലം തുടച്ചൊന്ന് വൃത്തിയാക്കി കൊടുക്കും. അപ്പൊ ഇത് അതിന്റെ ഒരു 1200 ലിറ്റർ കപ്പാസിറ്റിയുടെ റോസ്റ്റിംഗ് മെഷീനാണ്. ഇതിന്റെ ഏറ്റവും ചെറുത് 100 ലിറ്റർ കപ്പാസിറ്റിയുടെ മെഷീൻ മുതൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഓക്കെ.